ഇന്ന് നമ്മളുടെ മെയിൻ അജണ്ട എന്ന് പറഞ്ഞാൽ നമ്മൾ മെൽബണിൽ റെൻറ്റിന് വേണ്ടിയിട്ട് വീട് നോക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ ഞാൻ റിയൽ എസ്റ്റേറ്റ് ആപ്പ് ത്രൂ 2 ഇൻസ്പെക്ഷൻസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആയതുകൊണ്ട് കുറച്ച് ഷോപ്പിലൊക്കെ കയറി ഇറങ്ങി എന്തൊക്കെയാണ് ഓഫർ എന്നൊക്കെ നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഇപ്പോൾ ക്രിസ്മസ് സീസണിൻ്റെ ഇതായതുകൊണ്ട് ഇഷ്ടം പോലെ ക്രിസ്മസ് ഡെക്കറേഷൻസ് എങ്ങോട്ട് തിരിഞ്ഞാലും അതെ കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഡെക്കറേഷൻസ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് ബ്ലാക്ക് ഫ്രൈഡേ ആയിട്ട് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ളതായി ക്രിസ്മസ് ഡെക്കറേഷൻസ് ഒക്കെയാണ് കേട്ടോ. ഇന്നൊരു ദിവസത്തേക്ക് അവർ വളരെ പ്രൈസൊക്കെ കുറച്ചിട്ടാണ് ഇവിടെ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേറൊരു കാര്യം കാണിച്ച് തരാമായിരുന്നു. നോക്കിക്ക് എൽസ് ഇതിന് $14.99 ആണ്, $15. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള കുറേ ഡെക്കറേഷൻസൊക്കെ ഉണ്ട്. കുറച്ച് നേരം സമയം കളഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് വീട് ഇൻസ്പെക്ഷന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അപ്പം നമ്മളിത് ഹൗസ് ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഈ പുറകിൽ കാണുന്ന ഈ ഒരു യൂണിറ്റാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ടൈം ആയിട്ടില്ല. നമ്മൾ ടൈം സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞ ആപ്പിലാണ് നമ്മൾ ടൈം സ്ലോട്ടൊക്കെ ബുക്ക് ചെയ്യുന്നത്. അപ്പം നോർമലി ഇൻസ്പെക്ഷന് കുറേ ആൾക്കാരെ കാണേണ്ടതാണ്. ഇനിയിപ്പോൾ ആൾക്കാർ വരുമെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ. മെൽബണിൽ ഈസ്റ്റേൺ സബേർബ്സിലൊക്കെ അത്യാവശ്യം റെൻ്റുണ്ട്. നമ്മൾ കാണാൻ വന്നിരിക്കുന്ന ഈ ഒരു യൂണിറ്റാണ്. ചെറിയൊരു ബാക്ക് യാർഡൊക്കെയുള്ളൊരു യൂണിറ്റ് വേണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. കാരണം പിള്ളേരൊക്കെ ആയിട്ട് താമസിക്കുന്നുണ്ട്. കുറച്ചൊരു ബാക്ക് യാർഡൊക്കെ ഉള്ളതാകുമ്പോൾ രസമല്ലേ, നമുക്ക് അവിടെ എന്തെങ്കിലും ബാർബിക്യൂ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. ഇതിപ്പോൾ കണ്ടാൽ മനസ്സിലാവും കുറച്ച് പഴയ ബിൽഡിംഗ് ആണ്. പിന്നെ ഈസ്റ്റേൺ സബേർബ്സിൽ റെൻറ്റ് കുറച്ച് കൂടുതലായിരിക്കും എപ്പോഴും. കാരണം മെൽബൺ CBDയുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും നല്ല റെൻ്റായിരിക്കും. ഇപ്പം ഞാൻ ഈ നോക്കുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ ഒരു വീക്ക്ലി പ്രൈസ് എന്ന് പറയുന്നത് $550 ആണ്. നാട്ടിലെ അറൗണ്ട് 32,000 വരും പെർ വീക്ക്. പല റേറ്റിൻ്റെ ഉണ്ട്. അപ്പോൾ നമുക്ക് ബാക്ക് യാർഡൊക്കെ ആയിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം ഈ ഒരു പ്രൈസ് നമ്മൾ വീക്ക്ലി പേ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബോണ്ട് എത്രയാണെന്ന് എനിക്കറിയില്ല, അത് ഏജൻറ്റിനോട് ചോദിക്കണം. പിന്നെ ഒരുപാട് പേര് അറ്റ് എ ടൈം അപ്ലൈ ചെയ്യും. അപ്പോൾ അതിൽ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആരാണോ അവരെ ആയിരിക്കും സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ചിലപ്പം 10-20 വീടുകൾ കണ്ടാലായിരിക്കും ചിലപ്പോൾ ഒരെണ്ണം ശരിയാവുക. കാരണം ഇവിടെ റെൻ്റൽ ക്രൈസിസ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. ഹോപ്പ്ഫുള്ളി നമ്മുടെ ലക്ക് പോലെ ഇരിക്കും. ലെറ്റ്സ് സീ. പിന്നെ ഞാൻ ഈ റെൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുന്നത് ഞാൻ വന്ന് നോക്കുന്ന ഏരിയ ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം ഓസ്ട്രേലിയയിലെ മുഴുവനും റെൻ്റ് എനിക്ക് അറിയത്തില്ല. ഞാനിപ്പോൾ ഈസ്റ്റേൺ സബേർബ്സിലുള്ള ഒരു റെൻറ്റിൻ്റെ ഏകദേശം ഒരു ഐഡിയ ആണ് ഞാൻ പറയുന്നത്. പിന്നെ ഈ ഒരു യൂണിറ്റിൻ്റെ എത്രയാണ് വീക്ക്ലി വരുന്നതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇതിലും കൂടിയതൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കൂടിയതാണ് കൂടുതലുള്ളത്. ഒരു $800-900 വീടുകളൊക്കെ ഉണ്ട്. നാട്ടിൽ ഒരു 50,000 മുകളിൽ പോകും ആഴ്ചയിൽ. അപ്പം മന്ത്ലി ഒരു 2 ലക്ഷം ഇന്ത്യൻ റുപ്പീസൊക്കെ വരും റെൻറ്റ് മാത്രം. അപ്പം എങ്ങനെ ഏത് ടൈപ്പ് ഓഫ് റെൻ്റലാണ് നോക്കുന്നതെന്നൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഏരിയ അനുസരിച്ചിരിക്കും. പിന്നെ റീജിയണൽ ഏരിയയിലൊക്കെ റെൻറ്റ് കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ഷൻ്റെ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം അകത്ത് എന്തൊക്കെ സൗകര്യങ്ങളാണ് ഈ വീട്ടിലുള്ളതെന്ന്. അപ്പോൾ കണ്ടല്ലോ, യൂണിറ്റിൻ്റെ ഇൻസൈഡ് വളരെ മിനിമൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള തിങ്സ് മാത്രമേ അവിടെ ഉള്ളൂ. പക്ഷേ ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. ഇപ്പോൾ ഓരോരുത്തരുടെയും പേഴ്സണൽ ചോയ്സ് ആണല്ലോ ഏത് ടൈപ്പ് ഓഫ് വീട് വേണമെന്നുള്ളത്. ഇപ്പം നമുക്ക് ഒത്തിരി ലക്ഷറിയസ് ആയിട്ടുള്ളത് വേണ്ട. അതുപോലെ നമ്മൾ വീക്ക്ലി പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ അസ്. അപ്പം എനിക്കിത് ഓക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞത് ഇനി ഒരു ഇമെയിൽ വരും. അപ്പോൾ ഇമെയിലിൽ നമ്മുടെ ഇൻട്രസ്റ്റ് അറിയിക്കുക. ആൻഡ് ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഓണർ ഡിസൈഡ് ചെയ്യും ആർക്ക് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ എനിവേ നമ്മളിനി അടുത്തൊരു ഇൻസ്പെക്ഷനും കൂടി ഉണ്ട്. ഇന്ന് അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. അതിവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് ആ വീട് എങ്ങനെ ഉണ്ടെന്ന് കാണിക്കാം കേട്ടോ. നമ്മൾ അടുത്ത വീടിൻ്റെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് പോകുന്ന വഴിയാണ്. അപ്പം ഒരു വീട്ടിൽ അവരുടെ ഗാർഡനിൽ നോക്കിയേക്ക് പല ടൈപ്പ് റോസ് ഫ്ലവേഴ്സ് കണ്ടിട്ട് എനിക്ക് വണ്ടി നിർത്തി എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അത്ര ഭംഗി, എന്തൊരു ഭംഗിയാണ്, എത്ര ഡിഫറെൻറ്റ് കളേഴ്സാന്ന് നോക്ക്. ഓ മൈ ഗാഡ്, എന്നെപ്പോലെ ഇങ്ങനെ റോസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണോ നിങ്ങൾ? എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് നമുക്ക്
സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഒത്തിരി റോസപ്പൂക്കൾ എസ്പെഷ്യലി വെച്ച് പിടിപ്പിക്കാനൊക്കെ. നോക്കൂ, ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറ്. വാവ്, ഈ കളർ നോക്കിയേ, എന്തൊരു ഭംഗിയാ. അവിടെ ഒരു യെല്ലോയും നിൽപ്പുണ്ട് കേട്ടോ. സോ ബ്യൂട്ടിഫുൾ. ഇത് കണ്ടിട്ട് ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാതെ പോകാൻ തോന്നിയില്ല. അതുപോലെ കളക്ഷനുണ്ട് റോസപ്പൂവിന് ഇവർക്ക്, ഇവരുടെ ഗാർഡനിൽ. മൈ ഗാഡ്, സോ ലുക്ക് അറ്റ് ദാറ്റ്, സോ ബ്യൂട്ടിഫുൾ. ഇപ്പം ഞാൻ ആ റോസപ്പൂവിൻ്റെ വീഡിയോസൊക്കെ എടുത്തു നമുക്കിനി നേരെ പോകാം. അടുത്ത ഇൻസ്പെക്ഷന് നമുക്ക് സമയമായിട്ടുണ്ട്. രണ്ടാമത്തെ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ആദ്യം കണ്ട യൂണിറ്റിനേക്കാളും നല്ല ഭംഗിയുള്ളൊരു യൂണിറ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത് ടൗൺ ഹൗസാണ്. ഇതാണ് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകം നമുക്ക് കയറി കാണാൻ പറ്റും അവർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്. എനിക്കിത് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മൾ ആദ്യം കണ്ട യൂണിറ്റിനേക്കാൾ ഒരു $10 മാത്രമാണ് വീക്കിലി ഇതിന് കൂടുതലുള്ളൂ. ദാറ്റ് മീൻസ് ഒരു $40 പെർ മന്ത് മാത്രമാണ് കൂടുതലുള്ളത് ആദ്യം കണ്ടതിനേക്കാളും. പക്ഷേ ഇത് കുറച്ചുകൂടി പുതിയ ബിൽഡിംഗ് ആണ്. ലുക്സ് മച്ച് ബെറ്റർ. പിന്നെ നമുക്കറിയില്ല ഏതാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഏത് കിട്ടിയാലും ഐ എം ഹാപ്പി. ഈ യൂണിറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൻ്റെ കിച്ചണാണ് കേട്ടോ. ഇത് പുതിയ ബിൽഡിംഗ് ആയതുകൊണ്ട് വളരെ നീറ്റുമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. ഇൻസ്പെക്ഷന് കുറേ ആൾക്കാരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും ആപ്ലിക്കേഷൻ ഇട്ട് നോക്കുവാണ്. ലെറ്റ് സീ. ഇന്ത്യൻസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇൻസ്പെക്ഷന്. ഓസ്ട്രേലിയൻസ് മാത്രമല്ല, പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു ഈ വീട് കാണാൻ വേണ്ടിയിട്ട്. ഫണ്ടിങ് എല്ലാം കഴിഞ്ഞ് വന്നിട്ട് ഭയങ്കര ടയേർഡാണ്. ടയേർഡായത് വേറൊന്നുമല്ല, 2 വീട് ആകെ ഇൻസ്പെക്ഷന് കണ്ടുള്ളൂ. പക്ഷേ ക്ലൈമറ്റ് ഭയങ്കര ചൂടായിരുന്നു, അതുകൊണ്ടാണ് ഭയങ്കര ടയേർഡായി പോയത്. നമ്മുടെ കുഞ്ഞി ചാനൽ 100 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു. ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു എവ്രി വൺ. സോ പ്ലീസ് കീപ് സപ്പോർട്ടിങ് മീ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വരാം. അതുവരെ ബൈ. സേ ബൈ. Say bye. Say bye.